2024 ജൂൺ 1 ഞായർ. ഇന്ന് 1199 മിഥുനം 9. വാർത്തകൾ വായിക്കുന്നത് ജി രവി. നീറ്റ് UG ക്രമക്കേടുകൾ CBI അന്വേഷിക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മേധാവിയെ പുറത്താക്കി. ജാർഖണ്ഡിൽ 6 പേർ കസ്റ്റഡിയിൽ. നീറ്റ് UGC നെറ്റ് പരീക്ഷാ വിവാദങ്ങൾ തിരിച്ചടിയായതോടെ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ കേന്ദ്ര സർക്കാർ മാറ്റി. ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രദീപ് കുമാർ ഖരോലയ്ക്കാണ് പുതിയ ചുമതല. ഇന്നലെ രാത്രി വൈകിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖം രക്ഷിക്കൽ നടപടിയുണ്ടായത്. അതേസമയം നീറ്റ് UGയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ CBI അന്വേഷിക്കും. മെയ് 5 നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും പരീക്ഷയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അന്വേഷണം CBIയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്നലെ രാത്രി അറിയിക്കുകയായിരുന്നു. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർച്ചയ്ക്ക് പിന്നിൽ രാജ്യവ്യാപക ശൃംഖലയുണ്ടെന്ന് വിവരം ലഭിച്ചതോടെ ബീഹാർ പോലീസിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ജാർഖണ്ഡിലെ ദേവ്ഘറിൽ നിന്ന് 6 പേരെ സംഘം ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. ഗ്രേസ് മാർക്ക് അനുവദിച്ചതിൻ്റെ പേരിൽ 6 കേന്ദ്രങ്ങളിലെ 1563 വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷ ഇന്നാണ്. CSIR UGC നെറ്റ് പരീക്ഷയിൽ ചോദ്യക്കടലാസ് ചോർച്ചയുണ്ടായിട്ടില്ലെന്നും പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് പരീക്ഷ മാറ്റിയതെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയ ബിരുദ പ്രവേശന പരീക്ഷയുടെ ഉൾപ്പെടെ ഫലം വൈകാനും സാധ്യതയുണ്ട്. ഇന്നത്തെ നീറ്റ് PG മാറ്റി. ഇന്ന് നടക്കേണ്ട ദേശീയ മെഡിക്കൽ PG പ്രവേശന പരീക്ഷ, അതായത് നീറ്റ് PG മാറ്റി. രാവിലെ 9 മുതൽ 12:30 വരെ നിശ്ചയിച്ചിരുന്ന പരീക്ഷ മാറ്റിയെന്ന അറിയിപ്പ് ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി വിവിധ കേന്ദ്രങ്ങളിലെത്തിയിരുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അപ്രതീക്ഷിത തീരുമാനം. ചില പ്രവേശന പരീക്ഷകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരീക്ഷ മാറ്റുന്നതെന്നാണ് വിശദീകരണം. പുതുക്കിയ തീയതി പിന്നീട് പറയുമെന്നാണ് പരീക്ഷയുടെ നടത്തിപ്പുകാരായ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസസിൻ്റെ അറിയിപ്പ്. രാജ്യത്തെ 292 നഗരങ്ങളിൽ നടക്കുന്ന നീറ്റ് PG പരീക്ഷയ്ക്ക് 2,28,757 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് സാഹിത്യ നഗരം ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. സാഹിത്യപ്രേമികൾക്ക് ഇന്ന് ആഘോഷത്തിൻ്റെ ദിനം. രാജ്യത്താദ്യമായി കോഴിക്കോട് നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് മന്ത്രി MB രാജേഷ് നടത്തും. തളി കണ്ടംകുളം ജൂബിലി ഹാളിൽ വൈകിട്ട് 5:30 നടക്കുന്ന പ്രഖ്യാപനത്തിൽ കോർപ്പറേഷൻ വജ്ര ജൂബിലി പുരസ്കാരം MD വാസുദേവൻ നായർക്ക് സമ്മാനിക്കും. ജൂലൈ 1 മുതൽ 5 വരെ പോർച്ചുഗലിലെ ബ്രാഗയിൽ നടക്കുന്ന UN സമ്മേളനത്തിലാണ് യുനെസ്കോയുടെ ഔദ്യോഗിക പദവി കോഴിക്കോട് കോർപ്പറേഷന് ലഭിക്കുന്നത്. മേയർ ബീന ഫിലിപ്പ്, കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി തുടങ്ങിയവർ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. സാഹിത്യ നഗര പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഇന്നലെ മിഠായി തെരുവിൽ സാഹിത്യകാരന്മാരുടെ മക്കളും സാംസ്കാരിക നായകരും ഒത്തുചേർന്ന് പുസ്തകങ്ങൾ വായിച്ചിരുന്നു. നഗരത്തിലെ പുസ്തകശാലകളിൽ പ്രത്യേക വിലക്കുറവുകളും പ്രഖ്യാപിച്ചിരുന്നു. വനപ്രദേശങ്ങളിൽ നിന്ന് മഞ്ഞക്കൊന്ന മുറിച്ചുമാറ്റുന്നു. വയനാട് വന്യജീവി സങ്കേതം ഉൾപ്പെടെ സംസ്ഥാനത്തെ വനപ്രദേശങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് ഭീഷണിയായതും വന്യജീവികൾക്ക് വിനാശകരമായതുമായ മഞ്ഞക്കൊന്ന മുറിച്ചുമാറ്റാൻ തീരുമാനം. അധിനിവേശ സസ്യമായ മഞ്ഞക്കൊന്നയെ പൊതുമേഖലാ സ്ഥാപനമായ കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് മുറിച്ചുമാറ്റും. പരീക്ഷണാടിസ്ഥാനത്തിൽ പൾപ്പ് വുഡായി എടുക്കാൻ തയ്യാറാണെന്ന് KPPL നേരത്തെ വനം വകുപ്പിനെ അറിയിച്ചിരുന്നു. നോർത്ത് വയനാട് ഡിവിഷൻ്റെ പരിധിയിൽ നിന്ന് 5000 ടൺ മഞ്ഞക്കൊന്ന നീക്കം ചെയ്യുന്നതിനാണ് അനുവാദം. ടണ്ണിന് 350 രൂപയാണ് നിരക്ക്. ഈ തുക സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനത്തിന് വിനിയോഗിക്കും.
കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 29-ാം വകുപ്പനുസരിച്ച് വന്യജീവി സങ്കേതങ്ങളിൽ നിന്ന് ഒരുവിധ മരങ്ങളും വാണിജ്യ ആവശ്യങ്ങൾക്കോ മറ്റ് ആവശ്യത്തിനോ നീക്കം ചെയ്യാൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. എന്നാൽ മഞ്ഞക്കൊന്ന പോലുള്ള കളകൾ നീക്കം ചെയ്യുന്നതിന് തടസ്സമില്ലെന്ന് തമിഴ്നാട് ഹൈക്കോടതിയുടെ മദ്രാസ് ബെഞ്ച് 2022-ൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി A.K. ശശീന്ദ്രൻ വിളിച്ച യോഗത്തിലെ തീരുമാനത്തെ തുടർന്നാണ് മഞ്ഞക്കൊന്ന നീക്കം ചെയ്യാൻ ഉത്തരവിറക്കിയത്. സിവിൽ സർവീസിൽ പൊളിച്ചെഴുത്ത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി. അഴിമതിയുടെ കാര്യത്തിൽ കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ പൊളിച്ചെഴുത്ത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിരഹിത സിവിൽ സർവീസിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് കേരളത്തിൻ്റെ സ്ഥാനം പ്രഥമഗണനീയമാണ്. പക്ഷേ അഴിമതി ഇല്ലാതാക്കാൻ നമുക്കായിട്ടില്ല. ജനങ്ങളുടെ പല ആവശ്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് നടത്തിക്കൊടുക്കുന്നത്. എന്നാൽ ഇത്തരം അപേക്ഷകളിലും ചില ഉദ്യോഗസ്ഥർ ചില സംശയമുണ്ടെന്ന് ബോധപൂർവം എഴുതി വയ്ക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ചില ഉദ്യോഗസ്ഥർ മുന്നിലെത്തുന്ന അപേക്ഷകളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അപേക്ഷകനോട് ഒന്നിച്ചു പറയാറില്ല. ഓരോ സർട്ടിഫിക്കറ്റുകളുമായി സമർപ്പിക്കുമ്പോൾ അപേക്ഷകനെ വീണ്ടും വീണ്ടും നടത്തിക്കുന്ന രീതിയാണ് ചിലർക്ക്. ഇതെല്ലാം ഉദ്യോഗസ്ഥരെയല്ല ശത്രുക്കളാക്കുന്നത്. ഇങ്ങനെ നടക്കേണ്ടി വരുന്ന അപേക്ഷകർ ചീത്ത വിളിക്കുന്നത് ഭരിക്കുന്ന സർക്കാരിനെയാണ്. നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകൾ എന്തെല്ലാമാണെന്ന് തനിക്കറിയാമെന്നും ഓരോന്നായി ഇപ്പോൾ പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുത്തൽ വേണ്ടത് എവിടെയാണെന്ന് കണ്ടെത്തി NGO യൂണിയൻ തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA അനുവദിക്കാൻ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകാനും നടപടി സ്വീകരിക്കും. കുടിശ്ശിക ഗഡുക്കളായി ഓരോ മാസത്തെയും പെൻഷനൊപ്പം നൽകാനാണ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സിം കാർഡ് ഒരേ പേരിൽ എടുക്കാവുന്നത് 9 എണ്ണം വരെ. സിം കാർഡ് എണ്ണം പരിധി വിട്ടാൽ 2 ലക്ഷം വരെ പിഴ. പുതിയ ടെലികോം നിയമത്തിലെ ചട്ടങ്ങൾ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ. അനുവദനീയമായ എണ്ണത്തിലേറെ സിം കാർഡുകൾ ഉപയോഗിച്ചാൽ ഈ മാസം 26 മുതൽ 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ലഭിച്ചേക്കാം. പുതിയ ടെലികോം നിയമത്തിലെ ഇതടക്കമുള്ള വ്യവസ്ഥകൾ 26-ന് പ്രാബല്യത്തിലാകുമെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. 9 സിം വരെ ഒരാളുടെ പേരിലെടുക്കാം. ജമ്മു കാശ്മീർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ 6. ആദ്യ ചട്ടലംഘനത്തിനാണ് 50,000 രൂപ പിഴ. വീണ്ടും ആവർത്തിക്കും തോറും 2 ലക്ഷം രൂപ പിഴ ഈടാക്കും. ചതിയിൽപ്പെടുത്തി മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സിം എടുത്താൽ 2 വർഷം തടവോ 50 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. ഉപയോക്താവിൻ്റെ അനുമതി തേടാതെ വാണിജ്യ സന്ദേശങ്ങൾ അയച്ചാൽ ടെലികോം കമ്പനിക്ക് 2 ലക്ഷം രൂപ വരെ പിഴ മുതൽ സേവനം നൽകുന്നതിന് വിലക്ക് വരെ നേരിടേണ്ടി വരും. സ്വകാര്യ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുകയോ ടെലികോം ലൈനുകൾ വലിക്കുകയോ ചെയ്യുന്നത് അനിവാര്യമെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥല ഉടമ വിസമ്മതിച്ചാലും കമ്പനികൾക്ക് സർക്കാർ വഴി അനുമതി ലഭിക്കും. യുദ്ധം, വിദേശ രാജ്യങ്ങളുമായുള്ള സുഹൃത്ത് ബന്ധത്തിന് വെല്ലുവിളി അടക്കമുള്ള സാഹചര്യങ്ങളിൽ രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെ നിയന്ത്രണം സർക്കാരിന് ഏറ്റെടുക്കാം. വേണ്ടി വന്നാൽ പ്രവർത്തനം നിർത്തിവയ്ക്കാം. രാജ്യസുരക്ഷയ്ക്കടക്കം വെല്ലുവിളി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിശ്ചിത വ്യക്തികളുടെ സന്ദേശങ്ങൾ, നിശ്ചിത വിഷയത്തിന്മേലുള്ള മെസ്സേജുകൾ എന്നിവയുടെ കൈമാറ്റം നിരീക്ഷിക്കാനും വിലക്കാനും സർക്കാരിന് കമ്പനികളോട് ആവശ്യപ്പെടാം. സംസ്ഥാന, കേന്ദ്ര അംഗീകാരമുള്ള മാധ്യമപ്രവർത്തകരുടെ വാർത്താപരമായ സന്ദേശങ്ങൾ ഇത്തരത്തിൽ നിരീക്ഷിക്കാൻ പാടില്ല. എന്നാൽ ദേശസുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഇവരുടെ സന്ദേശങ്ങൾ കേൾക്കാനും വിലക്കാനും അധികൃതർക്ക് കഴിയും. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി അപേക്ഷ 27 വരെ തിരുവനന്തപുരത്തും ടെസ്റ്റ് സെൻറ്റർ. മണിപ്പൂരിലെ ഇംഫാലിലുള്ള നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലെ 6 പ്രോഗ്രാമുകളിലേക്ക് 27 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. വെബ്സൈറ്റ് www.nsu.ac.in. +1 ക്ലാസ് നാളെ മുതൽ. പ്രവേശനം നേടിയവർ 3,22,147. +1 മുഖ്യഘട്ടത്തിൽ സർക്കാർ